ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുട്ട കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു 3 മുട്ട വെച്ചിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു 12 ഉണക്കമുളക് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇനി നമുക്ക് ബാക്കി കാണാം. അടപ്പ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ്. അതിനൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയും നല്ലതാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി ടേസ്റ്റായി കൂടും. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണോളം നമ്മുടെ ഉഴുന്ന് ഇട്ടുകൊടുക്കുക. 1 ടീസ്പൂൺ ഉദ്ദേശം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ മുളക്, പിന്നെ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, അതെല്ലാം കൂടെ ഒന്ന് ചതച്ചു അത് ഇതിലോട്ടിടുകയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തത് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. നന്നായിട്ട് നോക്കാം. ഇടുമ്പോൾ തന്നെ ഉപ്പ് കല്ലും കൂടി ഇടായിരുന്നു. ഞാനത് ഇട്ടില്ല. പകരം ഞാൻ ഉപ്പ് നീരൊഴിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നീര്. മുളക് പൊടി ഇടരുത് ഇതിനകത്ത്. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടി ഇട്ട് പെട്ടെന്ന് കരിഞ്ഞ് വെക്കും. നന്നായിട്ട് മൂക്കണം. പക്ഷേ അപ്പം മഞ്ഞൾപ്പൊടി 1 പിഞ്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കും. ഒന്ന് ചെറുതായിട്ട് വരയാൻ മുട്ട ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇതിലോട്ടിടാം. അങ്ങനെ മറ്റേ 2 മുട്ട കൂടെ ബാക്കി ഇതുപോലെ ഇടാം. നമ്മുടെ മുട്ട മുളകിട്ട മുട്ടയാണിത്. ഇത് ചോറിനും എല്ലാത്തിനും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റാം. മുട്ട മുളകിട്ടത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, എൻ്റെ ഈ ചാനൽ കാണാൻ ആരും വരുന്നില്ല. എല്ലാവരും വന്ന് കാണണം. നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. എല്ലാവർക്കും സുഹൃത്തുക്കൾ തമ്മിൽ ഷെയർ ചെയ്യൂ. പാവം അവരൊക്കെ കാണും എന്ന് പറയും നിങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം കണ്ടത് നന്ദി. നമസ്കാരം.